ദിവസവും 5 മിനിറ്റ് ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, വിത്തിൻ 50 ഡേയ്സ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്ന ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ പഠിച്ച് നിങ്ങളുടെ 5 കൂട്ടുകാരുമായി സംസാരിച്ച് പരിശീലിക്കുക. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നാം നിത്യവും ഉപയോഗിക്കുന്ന വാക്യങ്ങളുടെ ഇംഗ്ലീഷ് പ്രയോഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ദിവസത്തിനും 5 വാക്യങ്ങൾ വീതം ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ടാസ്ക് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ കാണാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ആദ്യം മലയാളത്തിലെ പ്രയോഗവും പിന്നീട് അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് പരിശീലിക്കാം. ഇംഗ്ലീഷിൽ 2 രൂപത്തിൽ വായിക്കുന്നുണ്ട്. ഒന്ന് സാധാരണ നമ്മൾ പ്രയോഗിക്കുന്ന ശൈലിയിലും മറ്റൊന്ന് ശരിയായ പ്രൊനൗൺസിയേഷനോടുകൂടെയും വായിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതാ എൻ്റെ ഫോൺ നമ്പർ. ഇതാ എൻ്റെ ഫോൺ നമ്പർ. അതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗം ഹിയർ ഈസ് മൈ ഫോൺ നമ്പർ. ഹിയർ ഈസ് മൈ ഫോൺ നമ്പർ. അതിൻ്റെ പ്രൊനൗൺസിയേഷനോടുകൂടെ ഉച്ചരിക്കാവുന്നത് ഹിയർ ഈസ് മൈ ഫോൺ നമ്പർ. ഹിയർ ഈസ് മൈ ഫോൺ നമ്പർ. എനിക്ക് എങ്ങനെ ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കും? എനിക്ക് എങ്ങനെ ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കും? അത് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നത് ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ഹോസ്പിറ്റൽ? ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ഹോസ്പിറ്റൽ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ഹോസ്പിറ്റൽ? How can I get to the hospital? ബസ് എപ്പോൾ പുറപ്പെടും? ബസ് എപ്പോൾ പുറപ്പെടും. അതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗം What time does the bus leave? What time does the bus leave? അത് പ്രൊനൗൺസിയേഷനോടുകൂടെ ഉച്ചരിക്കുന്നത് What time does the bus leave? What time does the bus leave? എനിക്ക് ഇവിടെ ഇറങ്ങണം. എനിക്ക് ഇവിടെ ഇറങ്ങണം. I want to get off here. I want to get off here. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ I want to get off here. I want to get off here. എൻ്റെ മരുന്ന് തീർന്നു. എൻ്റെ മരുന്ന് തീർന്നു. അത് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നത് I have run out of medication. I have run out of medication. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ I have run out of medication. I have run out of medication. ഇനി നമ്മൾ ഈ ക്ലാസ്സിൻ്റെ 2ാം ഭാഗമായ പ്രാക്ടീസ് സെഷനിലേക്കാണ് കടക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പഠിച്ച 5 പ്രയോഗങ്ങൾ അത് പൂർണ്ണമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പ്രാക്ടീസ് സെഷനിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഞാൻ ഇതിൻ്റെ മലയാളം പറയും, നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് പറയണം. എഴുതുകയല്ല വേണ്ടത്, ഇംഗ്ലീഷ് പറയുകയാണ് വേണ്ടത്. ഇതാ എൻ്റെ ഫോൺ നമ്പർ.
എനിക്ക് എങ്ങനെ ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കും? ബസ് എപ്പോൾ പുറപ്പെടും? എനിക്ക് ഇവിടെ ഇറങ്ങണം. എൻ്റെ മരുന്ന് തീർന്നു.